കോഴിക്കോട്ടേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ വീണ്ടും വൻ മയക്കുമരുന്ന് വേട്ട എന്ന വാർത്തയാണ് വരുന്നത്. 300 ഗ്രാം MDMA-യുമായി 2 യുവാക്കളാണ് പിടിയിലായത്. കോഴിക്കോട് പുക്കുന്ന് സ്വദേശികളായ നവാസ്, ഇംതിയാസ് എന്നിവരാണ് പിടിയിലായത്. സമീർ ഉണ്ട് വിവരങ്ങളുമായിട്ടല്ലേ? സമീർ, ഗുഡ് മോർണിംഗ്. സമീർ, നമ്മൾ ഈ ലഹരിക്കും മയക്കുമരുന്നിനുമെതിരായി, രാസലഹരിക്കെതിരായൊക്കെ ഇങ്ങനെ ഒരു വശത്തുകൂടെ ക്യാമ്പയിനുകൾ ഇങ്ങനെ പോകുന്നുണ്ട്, തകൃതിയായി പോകുന്നു, പരിശോധനകൾ നടക്കുന്നു. എന്നിട്ടും ഇതിങ്ങനെ ഓരോ ദിവസവും ഇതിന്റെ ഈ വിവരങ്ങൾ ഓരോ ദിവസവും ലഹരി പിടുത്തമാണ്. ഇന്നിപ്പോൾ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, സ്മിത. നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് നമ്മൾ വലിയ രീതിയിലുള്ള ക്യാമ്പയിൻ SKN40 എന്ന നമ്മുടെ പരിപാടിയുടെ ഭാഗമായിക്കൊണ്ട് സംസ്ഥാനത്തുടനീളം ലഹരിക്കെതിരായിട്ടുള്ള വലിയ ക്യാമ്പയിൻ നടത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് പോലീസും എക്സൈസും ഒക്കെ കൂടുതൽ ഉണർന്ന് പ്രവർത്തിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെയൊക്കെ ഒരു തുടർച്ചയായിട്ട് വേണം ഇത്തരമൊരു സംഭവത്തെ കൂടി നമുക്ക് കാണാൻ. ഏതായാലും ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് കോഴിക്കോട് രാമനാട്ടുകരയിൽ വെച്ചാണ് ഈ 2 പേരെ പോലീസ് പിടികൂടിയിരിക്കുന്നത്. കൊണ്ടോട്ടിയിൽ നിന്ന് മഹാരാഷ്ട്ര രജിസ്ട്രേഷനുള്ള ഒരു കാറ് രാത്രി സമയത്ത് ഇങ്ങോട്ട് കടന്നു വരുന്നു. ഇന്ന് പുലർച്ചയോടുകൂടെ പോലീസ് അതിനെ തടഞ്ഞു നിർത്തുകയും ചെയ്തു. അത് വളരെ വേഗത്തിൽ വെട്ടിച്ച് കടന്നു കടയാനുള്ള ശ്രമത്തിലായിരുന്നു. അതിനിടയിൽ മറ്റൊരു കാറിൽ ഇടിച്ചുകൊണ്ട് വാഹനം നിന്നു. ഇതിൽ നിന്നുണ്ടായിരുന്ന ഈ 2 പ്രതികളും ഓടി രക്ഷപ്പെടാനുള്ള ശ്രമത്തിലായിരുന്നു. അതിനിടയിലാണ് ഡാൻസ് ഓഫ് സംഘവും അതുപോലെ തന്നെ ഫറൂഖ് പോലീസും ചേർന്ന് ഇരുവരെയും പിടികൂടി. പൊക്കുന്ന് സ്വദേശികളായിട്ടുള്ള ഇംതിയാസ് അതുപോലെ മുഹമ്മദ് നവാസ് എന്നിവരാണ് പിടികൂടിയിരിക്കുന്നത്. ഇവരുടെ പരിഭ്രാന്തിയും അതുപോലെ ഓടി രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളും പോലീസിനെ കണ്ട് വെട്ടിച്ച് കളയാനുള്ള ശ്രമങ്ങളും ഒക്കെ തന്നെ പോലീസിൽ കൂടുതൽ സംശയമുണ്ടാക്കി. വിശദമായിട്ടുള്ള പരിശോധന നടത്തി. അവരുടെ ദേഹപരിശോധനയിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷേ അവരുടെ വാഹനത്തിൻ്റെ ഡിക്കിയിൽ അതിൻ്റെ മൂലയിൽ ഒരു ഭാഗത്ത് ഒളിപ്പിച്ച നിലയിലായിരുന്നു 300 ഗ്രാം MDMA. ഏകദേശം 13.5 ലക്ഷം രൂപ വിലമതിക്കുന്ന സിന്തറ്റിക് ഡ്രഗാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. ഈ 2 പേരിൽ മുഹമ്മദ് നവാസാണ് മുഖ്യപ്രതി. ഇതിനു മുമ്പും ബംഗളൂരുവിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ഉയർന്ന അളവിൽ MDMA എത്തിക്കുകയും അത് ചില്ലറ വിൽപ്പനക്കാർക്ക് വിൽപ്പന നടത്താറുണ്ട് എന്ന കാര്യം കൂടി ഈ പ്രതിയിൽ നിന്ന് പോലീസിന് വിവരങ്ങൾ ലഭ്യമായിരിക്കുന്നു. ഏതായാലും സമീപ നാളുകളിൽ ഡാൻസ് ഓഫും അതുപോലെ തന്നെ ഫറൂഖ് പോലീസ് നടത്തിയിട്ടുള്ള ഏറ്റവും ഉയർന്ന ഒരു MDMA വേട്ട തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. വലിയ ജാഗ്രത യുവാക്കളെയും അതുപോലെ തന്നെ വിദ്യാർത്ഥികളുമൊക്കെ കേന്ദ്രീകരിച്ച് ഉണ്ടാകേണ്ടതുണ്ട്. ഇത്തരം റാക്കറ്റുകൾ വലിയ രീതിയിൽ പ്രവർത്തിക്കുന്നു, ഇത്തരം ലഹരി മാഫിയ സംഘം വലിയ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന ആ ഒരു കാര്യം, പ്രത്യേകിച്ചും ഇനിയിപ്പോൾ സ്കൂളുകളും കോളേജുകളുമൊക്കെ തുറക്കാനിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അത്തരമൊരു ഘട്ടത്തിൽ ഇത്തരം ക്യാമ്പയിനുകൾ, നമ്മുടെ ക്യാമ്പയിൻ ഉൾപ്പെടെയുള്ള ക്യാമ്പയിനുകളുടെ ഒരു തുടർച്ച ഉണ്ടാകേണ്ടതുണ്ട്. പോലീസിൻ്റെയും അതുപോലെ തന്നെ എക്സൈസിൻ്റെയും ഒക്കെ ഭാഗത്തുനിന്ന് ജാഗ്രത ഉണ്ടാകുന്നുണ്ട്. അവരുടെയൊക്കെ പരിശോധന തുടരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് കൂടിയാണ് ഇത്തരമൊരു അറസ്റ്റ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ക്രിസ്റ്റീന, സ്മിത. ശരി, വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സമീർ C. മുഹമ്മദ്.